നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്നത്തെ ഹർത്താൽ. ഹർത്താൽ പലയിടത്തും അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി അക്രമാസക്തമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ആ ഹർത്താലിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് നമുക്ക് ഈ ഹർത്താലിനെ ജനങ്ങൾ നേരിട്ടതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. കാരണം ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഹർത്താലുകൾ, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ അതിനെ ജനങ്ങൾ നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. മുൻപൊക്കെ ഒരു ഹർത്താൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാറായിരുന്നു പതിവ്. കാരണം ബസ് തടയും, കല്ലെറിയും, ഇത്തരത്തിലുള്ള ഭയം കാരണം ആരും പുറത്തേക്ക് ഇറങ്ങാറില്ല. എല്ലാവരും വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു നിലയാണ്. എന്നാൽ ഇന്നിപ്പോൾ ആ ഒരു രീതിയൊക്കെ അങ്ങ് മാറിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള സമരങ്ങൾ, ഇത്തരത്തിലുള്ള ഹർത്താലുകൾ, അതിനെ നേരിടാൻ ജനങ്ങൾ തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച ഇതിലൂടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പലയിടത്തും പോലീസിന് സമരക്കാരെ നേരിടേണ്ടി വന്നില്ല. ജനങ്ങൾ തന്നെയാണ് പ്രതികരിച്ച് രംഗത്തേക്ക് വന്നത്. സമരം എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ജനങ്ങളെ റോഡിലേക്കിറങ്ങിയ ജനങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അസഭ്യം പറയുകയും പുലഭ്യം പറയുകയും ചെയ്യുന്ന രീതിയിലേക്കും, വീട്ടിൽ പോയി ഇരിക്കടാ, വണ്ടി കൊണ്ടുപോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണി മുഴക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ജനങ്ങൾ തന്നെ അവർക്കുള്ള മറുപടി കൊടുത്തു. ഇന്ന് സമരമാണെങ്കിൽ പിന്നെ നീയൊക്കെ എന്തിനാണ് വണ്ടിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് ജനങ്ങൾ സമരക്കാരോട് ചോദിച്ചു. സമരക്കാരുടെ വായിലെ പിരി വെട്ടിപ്പോയി. ഞങ്ങൾ സമരക്കാരാണ്, വണ്ടിയും കൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാം എന്നൊക്കെയുള്ള ചില ഡയലോഗുകളൊക്കെ ഈ സമരം നടത്തിയ അണ്ണന്മാർ ഇറക്കിയെങ്കിലും ഒന്നും ഏറ്റില്ല. ജനങ്ങൾ അതിനെ കൈകാര്യം ചെയ്തു. ഇവിടെ ജനങ്ങളുടെ മാറിയ ഒരു മനോഭാവമാണ് നമ്മൾ കാണേണ്ടത്. സമരം കൊഴുപ്പിക്കാൻ നടക്കുന്ന കൂട്ടരെല്ലാവരും ഇന്നത്തെ ഈ ഒരു സമരത്തെ ജനം നേരിട്ടത് കണ്ട് ഇപ്പോൾ ഞെട്ടിധരിച്ചിരിക്കുകയാണ്. കാരണം ഇനിയും ഒരുപാട് സമരങ്ങൾ ഇവിടെ നടക്കുമല്ലോ. പ്രതിഷേധവും ഹർത്താലും ഒക്കെ ആയിട്ട് ഒരുപാട് കൂട്ടർ രംഗത്തേക്ക് വരികയും ചെയ്യും. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ. അവരെ ഒന്നും ജനം കൂസുന്നില്ല. ഇത്തരത്തിലുള്ള ആഭാസങ്ങളുമായി റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരിടുമെന്ന് ജനങ്ങൾ കൃത്യമായി പറയുമ്പോൾ രാഷ്ട്രീയക്കാരുടെ മുഖത്തേൽക്കുന്ന ഒരു അടി കൂടിയാണത്. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരു സമരം പ്രഖ്യാപിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അത് അക്രമാസക്തമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സമരക്കാർ അഴിഞ്ഞാടും. എന്നാൽ അങ്ങനെ അഴിഞ്ഞാടാൻ റോഡിലേക്ക് ഇറങ്ങുന്നവരെ നേരിടാൻ ഒരു കൂട്ടം ജനം അവിടെ ഉണ്ടാകും. ഞങ്ങൾ ജോലിക്ക് പോകാൻ ഇറങ്ങിയവരാണ്, ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നവരാണ്, ഞങ്ങൾക്ക് പരീക്ഷ എഴുതണം എന്നൊക്കെ ഒരുപാട് മുറവിളികൾ ഇന്ന് നമ്മൾ കേട്ടു. അതായത് സമരക്കാർക്ക് മുന്നിൽ നിന്നുകൊണ്ട് ജനങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പുറത്തേക്ക് ഇറങ്ങണം. ആ കുട്ടി മരണപ്പെട്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. അത് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ, അല്ല ആ കുഞ്ഞിനെ ആരെങ്കിലും ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടതാണെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പക്ഷേ അത് ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടാകരുത് ഈ പ്രതിഷേധങ്ങൾ നടത്തേണ്ടത്. ഇന്ന് ഒരുപാട് കുട്ടികൾക്ക് പരീക്ഷയുണ്ടായിരുന്നു. ആ പരീക്ഷയൊക്കെ എഴുതാൻ പോയ കുട്ടികൾ റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ കുട്ടികൾ ഉൾപ്പെടെ ഇന്ന് പ്രതിഷേധിച്ച് രംഗത്തേക്ക് വന്നിരുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ടാണോ നിങ്ങൾക്ക് പ്രതിഷേധം നടത്തേണ്ടത് എന്നുള്ള ചോദ്യം ആ കുട്ടികൾ ഉയർത്തി. വോട്ടവകാശമുള്ള കുട്ടികളാണ് എന്ന് ഓർക്കണം. അവർ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സാധാരണ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഹർത്താലും ഒക്കെ വരുമ്പോൾ ഒരു അവധി കിട്ടിയതിന്റെ ആവേശത്തിൽ എല്ലാവരും കയറി വീട്ടിലിരിക്കാറാണ് പതിവ്. എന്നാൽ അതൊക്കെ മാറി മറിയുകയാണ്. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉൾപ്പെടെ പ്രതിഷേധക്കാരെ നേരിട്ട് രംഗത്തേക്ക് വന്നു. മറ്റൊരു കാഴ്ച ഉണ്ടായിരുന്നു. അതായത് ആംബുലൻസുകൾ വരെ തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. സാധാരണ നമ്മൾ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ അവശ്യ സാധനങ്ങൾ, അവശ്യ സേവനങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഇന്ന് ആംബുലൻസുകൾ പോലും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ എവിടുത്തെ ഹർത്താലിന്റെ രീതിയാണ്? അത് മനസ്സിലാകുന്നില്ല. അതിനെയാണ് ജനങ്ങൾ ഇന്ന് ചോദ്യം ചെയ്തത്. പോലീസ് പോലും നിഷ്ക്രിയമായി നിന്നപ്പോൾ അവിടെയൊക്കെ ജനങ്ങൾ ചോദ്യം ചോദിച്ചു. ഇത് രാഷ്ട്രീയക്കാർക്ക് കൂടിയുള്ള മറുപടിയാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞല്ലോ. അതായത് ഇനി സമരങ്ങൾ ഒരുപാട് കൊടുമ്പിരി കൊള്ളും. പക്ഷേ ആ സമരങ്ങളെല്ലാം പൊളിച്ച് ജനം റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ പ്രഖ്യാപിക്കുന്ന സമരവും ഹർത്താലും ഒക്കെ ആണെങ്കിൽ പോലും അതൊന്നും കൂസാതെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അവർ റോഡിലേക്ക് ഇറങ്ങി അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുകയാണ്. ഒരു ദിവസം ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോടാനുകോടികളുടെ നഷ്ടമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്.
ഞങ്ങൾ അതിന് തയ്യാറല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി നോക്കാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ജനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമരക്കാർക്ക് പോലും മുട്ടിടിക്കുകയാണ്. ഇന്നിപ്പോൾ നടന്ന അത് ഹർത്താലും കടന്ന് അതിനപ്പുറത്തേക്ക് ഒരു അക്രമാസക്തമാകുന്ന രീതിയിലേക്കാണ് പലയിടത്തും എത്തിയത്. KSRTCകളൊക്കെ തടയുന്നു, കല്ലെറിയുന്നു, റോഡിന്റെ നടുക്ക് കയറി കിടക്കുന്നു. ഇത്തരത്തിൽ ഒരു പ്രഹസനമായി ഈ ഹർത്താൽ മാറി. ഇതോടുകൂടി ഇപ്പോൾ നിതിന്റെ കുടുംബം ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു ഹർത്താൽ അത് ആവശ്യമില്ല എന്നാണ് ആ കുടുംബം പ്രതികരിച്ചത്. നിതിന്റെ ആത്മഹത്യയിൽ അധ്യാപകർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. അങ്ങനെയാണെങ്കിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ കൃത്യമായ നടപടി ആവശ്യമാണ്. അതിനൊപ്പം കേരളവും നിൽക്കും. പക്ഷേ ഈ ഒരു സമരം അതൊരു അക്രമത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ എല്ലാവരും എതിർത്ത് ഇന്ന് രംഗത്ത് വന്നു. ഇതോടുകൂടി ഇടതും വലതും BJPയും ഒക്കെ ഞെട്ടിത്തരിക്കുകയാണ്. സമരത്തെയും ഹർത്താലിനെയും ഒന്നും പണ്ടത്തെ പോലെ ജനങ്ങൾക്ക് ഭയമില്ലല്ലോ എന്നാണ് അവർ മൂക്കത്ത് വിരൽ വെക്കുന്നത്. കാരണം ഇനി ഞങ്ങൾക്കും സമരവുമൊക്കെ ആയിട്ട് ഹർത്താലൊക്കെ ആയിട്ട് രംഗത്തേക്ക് ഇറങ്ങാനുള്ളതാണല്ലോ. ജനങ്ങൾ ഇതിനെ ഇതേ രീതിയിൽ നേരിട്ടാൽ പിന്നെ ഞങ്ങൾ അടപടലം പെട്ടുപോകുമെന്ന് നേതാക്കന്മാർക്കൊക്കെ ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളം മാറുകയാണ്, ഒരുപാട് മാറി. നമ്മൾ പ്രബുദ്ധ ജനം എന്ന് പറയത്തില്ലേ, അതൊക്കെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. കാരണം പ്രബുദ്ധരാണ് ഇവിടുത്തെ ജനങ്ങൾ. അവർ ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചെറുപ്പക്കാരൊക്കെ എല്ലാവരും അങ്ങ് ഈ കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കാൻ റോഡിലേക്ക് ഇറങ്ങുന്നവരല്ല. അവർ തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയുകയും ശരിയുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്നവരാണ്. എന്തായാലും ഇന്നത്തെ സമരം കൊണ്ട് എല്ലാവർക്കും ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഇമാതിരി സമര ആഭാസങ്ങൾ അത് വില പോകില്ല എന്നുള്ളത്. ജനം തന്നെ ഹർത്താല് പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഈ സമരം പലയിടത്തും ഒരു അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് പലയിടത്തും പല ജില്ലകളിലും ഇതായിരുന്നു അവസ്ഥ. സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞതോടെ പലയിടങ്ങളിലും ഗതാഗത കുരുക്കാണ് ഉണ്ടായത്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മുതൽ കണിയാപുരം വരെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടായി. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളും ആശുപത്രികളിലേക്ക് പോകാനുള്ളവരും അടക്കം ഈ വലിയ ഒരു കുരുക്കിൽ പെട്ടുപോയി. തമ്പാനൂർ KSRTC ടെർമിനലിന് മുന്നിൽ പോലീസും സമരക്കാരും തമ്മിൽ വലിയ തർക്കമുണ്ടായി. ഒടുക്കം പോലീസിനെ അങ്ങോട്ട് മാറ്റി നിർത്തി ജനങ്ങൾ സമരക്കാരെ നേരിടാൻ ഇറങ്ങുകയായിരുന്നു. ബസ്സുകൾ കടത്തിവിടാൻ പോലീസ് ശ്രമിച്ചതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ KSRTC ബസ് തടഞ്ഞവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പള്ളിപ്പുറം CRPF ജംഗ്ഷനിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ഇത് സ്ത്രീകളടക്കമുള്ളവർ ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്തേക്ക് വന്നു. പരീക്ഷയുടെ വാല്യുവേഷന് പോയ അധ്യാപക സംഘത്തിന്റെ വാഹനം ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. അധ്യാപകരെ അസഭ്യം പറഞ്ഞു. ഇതിനെതിരെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ടീച്ചർമാർ ഈ സമരക്കാരെ നേരിട്ടു. പെരുമ്പാവൂരിൽ ഹർത്താൽ സാരമായി ബാധിച്ചിട്ടില്ല. സ്വകാര്യ ബസ്സുകൾ പതിവ് പോലെ തന്നെ ഇവിടെ സർവീസ് നടത്തിയിരുന്നു. അടൂരിൽ വലിയ തർക്കമാണ് ഉണ്ടായത്. സമരക്കാർ KSRTC ബസ്സുകൾ തടഞ്ഞു. പോലീസിന് പിന്നീട് ബലം പ്രയോഗിക്കേണ്ടി വന്നു. ആലപ്പുഴയിൽ സമരാനുകൂലികൾ കയ്യേറ്റം നടത്തിയെന്ന് വ്യാപാരി ആരോപണം ഉന്നയിച്ചു. കടയിൽ കയറി വനിതാ ജീവനക്കാരിയെ സമരാനുകൂലികൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. മൊബൈൽ ഫോൺ പിടിച്ചെടുത്തുവെന്നും പിന്നീട് തിരികെ നൽകിയെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് നേതാവ് പ്രവീൺ രാമഭദ്ര പറഞ്ഞു. ആലപ്പുഴയിൽ ഹർത്താലിനെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. കടകൾ, ഹോട്ടലുകൾ പലതും തുറന്നു തുടങ്ങിയിട്ടുണ്ട്. KSRTCയും ആലപ്പുഴയിൽ സർവീസ് നടത്തുന്നുണ്ട്. ആലപ്പുഴ തലവടിയിൽ സമരാനുകൂലികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അടപ്പിച്ചു. കോട്ടയത്ത് കടകളും ബാങ്കുകളും അടപ്പിച്ചായിരുന്നു ഹർത്താൽ അനുകൂലികൾ പ്രതിഷേധം നടത്തിയത്. എന്നാൽ പിന്നീട് ഈ സമരക്കാരെ അവിടുത്തെ ആൾക്കാർ തന്നെ നേരിട്ട് പല കടകളും തുറക്കുകയും ചെയ്തു. ഇടുക്കിയിലും ഹർത്താൽ അനുകൂലികൾ വ്യാപകമായി വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത്. രാവിലെ കട്ടപ്പന, കുമളി, തൊടുപുഴ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ മണിക്കൂർ മുതൽ പ്രതിഷേധം. തൊടുപുഴ KSRTC സ്റ്റാൻഡിന് പുറത്ത് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. എന്നാൽ പിന്നീട് ജനങ്ങൾ കൂട്ടത്തോടെ പുറത്തേക്ക് ഇറങ്ങുകയും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തതോടെ അവിടെയും സമരം പൊളിയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ലേണേഴ്സ് ടെസ്റ്റ് നടത്തുന്നതിൽ ചെങ്ങന്നൂർ ജോയിന്റ് RTO ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി ഹർത്താൽ അനുകൂലികൾ എത്തിയിരുന്നു. എന്നാൽ ടെസ്റ്റിനെത്തിയ 33 പേരുടെയും ടെസ്റ്റ് നടത്തിയതായി ജോയിന്റ് RTO അറിയിച്ചു. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തിയ ഹർത്താൽ അനുകൂലികൾ അറസ്റ്റിലായിട്ടുണ്ട്. പരീക്ഷ എഴുതാൻ എത്താനാകാതെ വിദ്യാർത്ഥികൾ വലഞ്ഞുപോയി.
VIT എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ പല വിദ്യാർത്ഥികളും പെരുവഴിയിൽ കിടന്നുപോയി. പലർക്കും പരീക്ഷാ കേന്ദ്രത്തിൽ എത്താൻ പോലും കഴിഞ്ഞില്ല. സമരാനുകൂലികൾ എന്നും പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരാണെങ്കിൽ വാഹനത്തിൽ തലങ്ങും വിലങ്ങും പലയിടത്തോട്ടും പാഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ തടഞ്ഞു നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ തന്നെ സമരക്കാരെ നേരിട്ട് നിങ്ങൾ എന്തിനാണ് പിന്നെ വണ്ടിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത്, നിങ്ങൾ വീട്ടിൽ പോയിരിക്കുക എന്നൊക്കെ അവർ കൃത്യമായി തന്നെ പ്രതിഷേധിച്ചു. അതായത് ഈ സമരം ഒരു അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൂട്ടം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹർത്താൽ എന്ന് പറയുമ്പോൾ ജനങ്ങളെ പൂർണ്ണമായും അങ്ങ് അടച്ചിട്ട് ഞങ്ങൾ ഹർത്താൽ നടത്തും, അത് ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ജനങ്ങൾ പ്രതികരിച്ചു. ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരക്കാരെ കൂസാതെ അവർക്ക് നേരെ ചീറി നിൽക്കുകയായിരുന്നു. ഒടുക്കം പലയിടത്തു നിന്നും ഈ സമരാനുകൂലികൾക്ക് ഇറങ്ങി ഓടേണ്ട ഗതികേടാണ് വന്നത്. അതായത് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ ഇറങ്ങുന്നവർ പോകും, ഞങ്ങളുടെ ജോലി ചെയ്യും എന്ന് കൃത്യമായി അവർ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. തടയാൻ ഏതവനൊക്കെ വന്നാലും ഞങ്ങൾ അതിനെ നേരിടും എന്ന് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുകയും ചെയ്തു. അങ്ങനെ സമരം പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിതിന്റെ കാര്യത്തിൽ പ്രതികരിക്കുകയാണ്. നിതിൻ ആ കുട്ടിയുടെ ആത്മഹത്യയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അധ്യാപകർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അവർ നിയമത്തിന് മുന്നിൽ എത്തേണ്ടവർ തന്നെയാണ്. അതിനുവേണ്ടി പോലീസാണ് അന്വേഷണം കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ് ആ കുട്ടിയുടെ ആത്മഹത്യയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആരൊക്കെയാണോ അവരെല്ലാവരും അഴിയെണ്ണണം എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.